കോൺഗ്രസ് നേതാക്കൾ മാർത്തോമ സഭ അധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രോപൊലീത്തയുമായി കൂടിക്കാഴ്ച നടത്തി. മാർത്തോമ സഭ യുഡിഎഫ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചേക്കുമെന്ന പ്രചാരണങ്ങൾക്കിടെയായിരുന്നു അനൌദ്യോഗിക കൂടിക്കാഴ്ച. തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച മെത്രോപൊലീത്തയുടെ നിലപാടിലെ അവ്യക്തത നീക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിലെ ഇരകൾക്ക് മാർത്തോമ സഭ പ്രഖ്യാപിച്ച സഹായധനം കൈമാറാനെത്തിയപ്പോഴാണ് മാർത്തോമ സഭ അധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരനും അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയത്. തിരുവല്ലയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസഫ് പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച മെത്രാപ്പൊലീത്ത നിലപാടെടുത്ത സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. പുതുശ്ശേരിക്കെതിരെ ജില്ലയിലെ മുതിർന്ന നേതാവ് പി.ജെ. കുര്യനും പരസ്യ നിലപാട് എടുത്തിരുന്നു. എന്നാൽ പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ പി.ജെ. കുര്യന്റെ പ്രസ്താവന സഭാ നിലപാടല്ലെന്ന് മെത്രാപ്പൊലീത്ത നേതാക്കളെ അറിയിച്ചതായാണ് സൂചന. ധനസഹായം കൈമാറിയ ചടങ്ങിൽ മുഖ്യമന്ത്രിയും യുഡിഎഫ് കൺവീനർ പി തങ്കച്ചനും മന്ത്രി അടൂർ പ്രകാശും പങ്കെടുത്തു. ഇതിനുശേഷമാണ് നേരിൽ കാണണമെന്ന കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരന്റെ ആവശ്യത്തെ തുടർന്ന് സുധീരനുമായും മെത്രാപ്പൊലീത്ത പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ തിരുവല്ലയിലെ പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ മെത്രാപ്പൊലീത്ത പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൽ സഭാവിശ്വാസികളിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നതോടെ പിന്നീട് നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ തവണ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന പുതുശ്ശേരിക്ക് ഇത്തവണ സീറ്റ് നൽകിയത് ധാർമ്മികമായി ശരിയല്ലെന്നായിരുന്നു മെത്രാപ്പൊലീത്തയുടെ പരാമർശം. ജില്ലയിലെ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള മാർത്തോമ സഭ ഇത്തവണ യുഡിഎഫ് വിരുദ്ധ സമീപനം സ്വീകരിച്ചേക്കുമെന്ന പ്രചരണം ശക്തമായിരുന്നു. ഇക്കാര്യത്തിൽ യുഡിഎഫ് നേതൃത്വവുമായി ഉടലെടുത്ത അകൽച്ച ഇല്ലാതാക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 പത്തനംതിട്ട.